ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബേക്ക് വിത്ത് ആദി. ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് സോക്കിംഗ് വീഡിയോ ആണ് കാണാൻ പോണത്. ഞാനിതിലൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ, ബട്ട് ഐ ജസ്റ്റ് ട്രൈഡ് ഇറ്റ് എനിവേസ്. ഇപ്പം ഞാനിവിടെ ഫ്രൂട്ട് സെക്ഷനിൽ നിന്ന് കുറച്ച് ഡേറ്റ്സ്, പിന്നെ റീസൺസ്, പിന്നെ ഫ്രൂട്ട് സോക്കിങ്ങിന് വേണ്ടിയുള്ള അതർ ഡ്രൈ ഫ്രൂട്ട്സും ആപ്രിക്കോട്ടും പിന്നെ കുറച്ച് സ്പൈസസും കൂടി ഞാൻ മേടിച്ചു കൊടുന്ന്. അങ്ങനെ പോയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് കണ്ടത്. ഡാർക്ക് ചോക്ലേറ്റ് കണ്ടുകൊണ്ട് എനിക്ക് ബ്രൗണി ഉണ്ടാക്കൽ മനസ്സ് തോന്നി. ഇനി പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ഞാൻ ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. ഇനി നമുക്ക് ഫ്രൂട്ട് സോക്കിങ് ചെയ്യാൻ തുടങ്ങാം. ക്രിസ്മസ് ആൻഡ് ദി കസ്റ്റം ഓഫ് ഫ്രൂട്ട് സോക്കിങ്, ഇറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് ജോയ് and it's just the beginning of the festivities. ഇനിയുള്ള പ്രോസസ്സ് നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് ബൗൾ, സ്പാറ്റുല എന്തെടുക്കുമ്പോഴും അത് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ഇത് ഒരു തരം പിക്ലിംഗ് പ്രോസസ്സ് തന്നെയാണ്. ആൻഡ് നമുക്ക് ഓറഞ്ച് ജ്യൂസ്, വൈൻ, റമ്മൊക്കെ വെച്ച് സോക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും റമ്മാണ് യൂസ് ചെയ്യാറ് സോക്ക് ചെയ്യാൻ. കാരണം അത് ഒരു വർഷമൊക്കെ ഞാൻ സോക്ക് ചെയ്യുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇയറാണ് യൂസ് ചെയ്യുക. അത് കാരണം റമ്മാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ സ്പൈസസ് പിന്നെ ചില ജാം ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ജിഞ്ചർ ചോപ്പ് ചെയ്യാണ്. ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്യുക. പിന്നെ ആപ്രിക്കോട്ട്, ഡേറ്റ്സ് ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ക്ലീൻ ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാണ്. ഞാനിതിൽ ഒരു 8 വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിൽ ടൂട്ടി ഫ്രൂട്ടി, ചെറി, ക്രാൻബെറി, ബ്ലാക്ക് റേസിൻസ്, ഗോൾഡൻ റേസിൻസ്, പിന്നെ ഡേറ്റ്സ്, ആപ്രിക്കോട്ട്, ജിഞ്ചർ, കാൻഡിഡ് ജിഞ്ചർ, കാൻഡിഡ് ഓറഞ്ച് ഇതെല്ലാം നല്ല ഫ്ലേവർ കൊടുക്കും. ഞാനിതിൽ ഓറഞ്ച് മാർമലേഡാണ് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ഫ്രൂട്ട് ജാം, ഈവൻ ബ്ലൂബെറി ഇതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഹണിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺസ് ഓഫ് ഹണി. പിന്നെ മിക്സ്ഡ് ഹോൾ സ്പൈസസ് ഞാൻ ആഡ് ചെയ്യുന്നത് പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ഏലക്ക എല്ലാം ഇട്ടുള്ള ഒരു പൗഡർ, ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ റമ്മിലാണ് സോക്ക് ചെയ്യാറ്. കാരണം എനിക്ക് ഒരു വർഷമൊക്കെ ഇത് വെക്കുമ്പോൾ എനിക്ക് റമ്മാണ് പ്രിഫറബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാൻഡി, വിസ്കി, പിന്നെ ചില ആൾക്കാർ വൈൻ, ഈവൻ ഓറഞ്ച് ജ്യൂസും. പക്ഷേ അത് അത്രയും ഷെൽഫ് ലൈഫ് വരില്ല. ഇതൊക്കെ ഒരു വർഷം വരെ കേടാവേണ്ട അങ്ങനെ ഇരിക്കുന്നുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന ജാർ, ബോൾ, ഈ സ്പൂണെല്ലാം നന്നായി ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ഞാൻ ഇപ്പോൾ ഈ ജാർ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ അത് കുറേ ദിവസം നമുക്ക് വെക്കാം. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ചും കൂടി നമ്മൾ എന്ത് വെച്ചിട്ട് സോക്ക് ചെയ്യുന്നു അത് റമ്മ് വെച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം മുകളിൽ. എന്നിട്ട് പൂട്ടി വയ്ക്കുക. ഇപ്പം അങ്ങനെ ഒരു ജാർ എനിക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ലാസ്റ്റ് ഇയർ ക്രിസ്മസിനെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ്. ഇതിലേക്ക് ഞാൻ ഈ ഇയർത്തെ ബാച്ചും കൂടി ഇടുന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു റിച്ച് പ്ലം കേക്കിൻ്റെ മണം വരും. ആൻഡ് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പൂട്ടി വയ്ക്കുക. ഒരു കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വെച്ച് മതി. ആൻഡ് ഒരു 3-4 ദിവസം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ആൽക്കഹോൾ ഒഴിച്ചിട്ട് വെച്ചാൽ നമ്മുടെ ഇത് അങ്ങനെ ഇരുന്നോളും. ഇനി ഇത് നമ്മൾ ക്രിസ്മസ് ടൈം ആകുമ്പോൾ എടുത്ത് ബേക്ക് ചെയ്യും. If you like the video, please do like, share and subscribe. Bye bye.